വിശുദ്ധനാട് 10-ാം ഭാഗം. യേശുവിന്റെ കുറ്റവിചാരണ. അപ്പോൾ പീലാത്തോസ് ജനക്കൂട്ടത്തെ തൃപ്തിപ്പെടുത്താൻ തീരുമാനിച്ചുകൊണ്ട് ബറാബാസിനെ അവർക്ക് വിട്ടുകൊടുക്കുകയും യേശുവിനെ ചമ്മട്ടി കൊണ്ടടിപ്പിച്ചതിനു ശേഷം ക്രൂശിക്കാൻ ഏൽപ്പിച്ചു കൊടുക്കുകയും ചെയ്തു. മാർക്കോസ് 15-ാം അധ്യായം 15-ാം വാക്യം. ബെത്സേദ കുളവും വിശുദ്ധ അന്നയുടെ ദേവാലയാങ്കണവും പിന്നിട്ട് വീണ്ടും കരിങ്കല്ല് പാകിയ ലയൺസ് ഗേറ്റ് തെരുവിലേക്ക് ഇറങ്ങുമ്പോൾ ജനത്തിരക്ക് നന്നേ കുറവായിരുന്നു. ഉച്ചച്ചൂടിന് അല്പം ശമനം വന്നിരിക്കുന്നു. സമയം ഏകദേശം 4:30 ആയിട്ടുള്ളൂ എന്നതിനാലാകും തെരുവിൽ ജനത്തിരക്ക് കുറവായിരുന്നത്. യേശുവിന്റെ കുരിശുമരണത്തിനു മുൻപായി യേശു കുരിശൻ ചുമന്നുകൊണ്ട് നടന്നു നീങ്ങിയ പീഡാസഹനത്തിന്റെ തെരുവ് ഇവിടെയാണ് ആരംഭിക്കുന്നത്. വേനൽ ചൂടിൽ പൊടിപാറുന്ന അന്നത്തെ തെരുവുകൾ ഇന്ന് അപ്രത്യക്ഷമായിരിക്കുന്നു. കൽപ്പാളികൾ പാകിയ വൃത്തിയുള്ള തെരുവുകളാണ് ഇന്നിവിടെയുള്ളത്. ചൂടിൽ വിയർത്തൊലിച്ച് പൊടിയും രക്തവും ഉണങ്ങി കട്ടപിടിച്ച മുറിവുകളുമായി ഭാരമേറിയ കുരിശൻ ചുമന്നുകൊണ്ട് ചുട്ടുപൊള്ളുന്ന നിരത്തിലൂടെ നഗ്നപാതനായി യേശു നടന്നു നീങ്ങിയത് ഈ തെരുവിലൂടെയാണ്. ഈ മണ്ണിൽ ചവിട്ടുന്ന ഏതൊരു വിശ്വാസിക്കും ഒരു തേങ്ങലോടെയും ഉൾക്കിടലത്തോടെയും ആ രംഗങ്ങൾ വീണ്ടും തങ്ങളുടെ ഹൃദയത്തിൽ ആവാഹിക്കാതെ മുന്നോട്ടു പോകാനാവില്ല. അല്പം കൂടി മുന്നോട്ട് നടന്നാൽ യേശുവിനെ കൽത്തൂണിൽ കെട്ടി ചമ്മട്ടിയാൽ അടിച്ച സ്ഥലത്ത് സ്ഥാപിതമായ ഫ്ലാജലേഷൻ ചർച്ച് ഇന്നത്തെ ഫ്രാൻസിസ്കൻ സന്യാസ സഭയുടെ ആശ്രമത്തോട് ചേർന്ന് നിലകൊള്ളുന്നതായി കാണാം. ഫ്ലാജലേഷൻ ചർച്ച് എന്നറിയപ്പെടുന്ന ദേവാലയ സമുച്ചയത്തിൽ യേശുവിനെ മരണത്തിന് വിധിച്ച സ്ഥലത്തുള്ള കുറ്റവിചാരണ ചാപ്പൽ, ഫ്രാൻസിസ്കൻ മൊണാസ്ട്രി, ഫ്ലാജലേഷൻ ചാപ്പൽ എന്നിവയാണുള്ളത്. തെരുവിനോട് ചേർന്നുള്ള പ്രധാന കവാടം കടന്ന് അകത്ത് പ്രവേശിക്കുമ്പോൾ വലിയ തൂണുകളും കമാനങ്ങളുമുള്ള ഒരു ഇടനാഴിയിലാണ് എത്തുന്നത്. ഈ ഇടനാഴിയുടെ വലതുവശത്ത് ഫ്ലാജലേഷൻ ചാപ്പലും ഇടതുവശത്ത് കണ്ടംനേഷൻ ചാപ്പലും കാണും. പരമ്പരാഗത വിശ്വാസമനുസരിച്ച് ഈ സ്ഥലത്ത് വച്ചാണ് റോമൻ ഭരണ നേതൃത്വം യേശുവിനെ കുറ്റവിചാരണ നടത്തുകയും പടയാളികൾ കൽത്തൂണിൽ കെട്ടിയിട്ട് ചമ്മട്ടി കൊണ്ടടിക്കുകയും പിന്നീട് കുരിശുമരണത്തിന് വിധിക്കുകയും ചെയ്തത്. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 19-ാം അധ്യായം 13 പറയുന്നു: ഈ വാക്കുകൾ കേട്ടപ്പോൾ പീലാത്തോസ് യേശുവിനെ പുറത്തേക്ക് കൊണ്ടുവന്ന് കൽത്തളം, ഹെബ്രായ ഭാഷയിൽ ഗബ്ബാത്ത എന്ന് വിളിക്കുന്ന സ്ഥലത്ത് ന്യായാസനത്തിലിരുന്നു. ഇവിടെ പ്രതിപാദിക്കുന്ന കൽത്തളം അഥവാ ഗബ്ബാത്ത കണ്ടംനേഷൻ ചാപ്പലും സിയോൺ സിസ്റ്റേഴ്സ് കോൺവെന്റും സ്ഥിതി ചെയ്യുന്ന ഈ സ്ഥലത്ത് കണ്ടെത്തുകയുണ്ടായി. ലൂക്ക 23:13 മുതൽ 25 വരെ വാക്യങ്ങളിൽ വ്യക്തമായി വിവരിക്കുന്ന സംഭവങ്ങളാണ് ഇവിടെ അരങ്ങേറിയത്. പീലാത്തോസ് പുരോഹിത പ്രമുഖന്മാരെയും നേതാക്കന്മാരെയും ജനത്തെയും ഒന്നിച്ചുകൂട്ടി അവരോട് പറഞ്ഞു: ജനത്തെ വഴിപിഴപ്പിക്കുന്നു എന്ന് പറഞ്ഞ് നിങ്ങൾ ഇവനെ എന്റെ മുമ്പിൽ കൊണ്ടുവന്നു. ഇതാ, നിങ്ങളുടെ മുമ്പിൽ വെച്ച് തന്നെ ഇവനെ ഞാൻ വിസ്തരിച്ചു. നിങ്ങൾ ആരോപിക്കുന്ന കുറ്റങ്ങളിൽ ഒന്നുപോലും ഇവനിൽ ഞാൻ കണ്ടില്ല. ഹെറോദേസും കണ്ടില്ല. അവൻ ഇവനെ എന്റെ അടുത്തേക്ക് തിരിച്ചയച്ചിരിക്കുകയാണല്ലോ. നോക്കൂ, മരണശിക്ഷ അർഹിക്കുന്ന ഒരു കുറ്റവും ഇവൻ ചെയ്തിട്ടില്ല. അതിനാൽ ഞാൻ ഇവനെ ചമ്മട്ടി കൊണ്ടടിപ്പിച്ച് വിട്ടയക്കും. അപ്പോൾ അവർ ഏകസ്വരത്തിൽ ആക്രോശിച്ചു: ഇവനെ കൊണ്ടുപോവുക, ബറാബാസിനെ ഞങ്ങൾക്ക് വിട്ടുതരിക. പട്ടണത്തിൽ നടന്ന കലാപത്തിനും കൊലപാതകത്തിനും കാരാഗ്രഹത്തിൽ അടയ്ക്കപ്പെട്ടവനാണ് ബറാബാസ്. യേശുവിനെ വിട്ടയക്കണം എന്നാഗ്രഹിച്ചുകൊണ്ട് പീലാത്തോസ് ഒരിക്കൽ കൂടി അവരോട് സംസാരിച്ചു. അവരാകട്ടെ ക്രൂശിക്കുക, അവനെ ക്രൂശിക്കുക എന്ന് വിളിച്ചു പറഞ്ഞുകൊണ്ടിരുന്നു. പീലാത്തോസ് 3-ാം പ്രാവശ്യവും അവരോട് ചോദിച്ചു: അവൻ എന്ത് തിന്മ പ്രവർത്തിച്ചു? വധശിക്ഷ അർഹിക്കുന്ന ഒരു കുറ്റവും ഞാൻ അവനിൽ കണ്ടില്ല. അതുകൊണ്ട് ഞാൻ അവനെ ചമ്മട്ടി കൊണ്ടടിപ്പിച്ച് വിട്ടയക്കും. അവനെ ക്രൂശിക്കണമെന്ന് അവർ നിർബന്ധപൂർവം ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞുകൊണ്ടിരുന്നു. അവസാനം അവരുടെ നിർബന്ധം തന്നെ വിജയിച്ചു. അവർ ആവശ്യപ്പെട്ടത് അനുവദിച്ചു കൊടുക്കുവാൻ പീലാത്തോസ് തീരുമാനിച്ചു.
അവർ ആവശ്യപ്പെട്ട മനുഷ്യനെ, കലാപത്തിനും കൊലപാതകത്തിനും കാരാഗൃഹത്തിൽ അടയ്ക്കപ്പെട്ടിരുന്നവനെ അവൻ വിട്ടയക്കുകയും യേശുവിനെ അവരുടെ ഇംഗിതത്തിന് ഏൽപ്പിച്ചു കൊടുക്കുകയും ചെയ്തു. ഇവിടെ സുവിശേഷകർ പീലാത്തോസിനെ ഒരു തികഞ്ഞ ന്യായാധിപന്റെ മുഖമാണ് നൽകിയിരിക്കുന്നത്. AD 26-നും 36-നും ഇടയിൽ യൂദയായിൽ റോമൻ ഗവർണറായി സേവനമനുഷ്ഠിക്കുന്നതിന് മുൻപുള്ള പീലാത്തോസിന്റെ ചരിത്രം അവ്യക്തമാണ്. ഇറ്റലിയിലെ ഒരു കുതിരസവാരി കുടുംബത്തിലാണ് അദ്ദേഹം ജനിച്ചതെന്ന് കരുതപ്പെടുന്നു. ഫിലോ ഓഫ് അലക്സാൻഡ്രിയ എന്നറിയപ്പെടുന്ന യവനയൂത തത്വചിന്തകനായ ഫിലോയാണ് പീലാത്തോസിന്റെ ആദ്യകാല ചരിത്രത്തെക്കുറിച്ച് ഭയാനകമായ ഒരു വിവരണം നൽകുന്നത്. AD 50-ൽ എഴുതിയ അദ്ദേഹത്തിന്റെ രചനകളിൽ പീലാത്തോസ് കൈക്കൂലിക്കാരനും കവർച്ചക്കാരനും നിരന്തരം അതിക്രമങ്ങൾ നടത്തുന്നവനും വിചാരണ കൂടാതെ വധശിക്ഷകൾ നടപ്പാക്കുന്നവനും എന്ന നിലയിലാണ് കുറ്റപ്പെടുത്തിയിരിക്കുന്നത്. പീലാത്തോസിന്റെ ഭരണകാലം അഴിമതിയും കൈക്കൂലിയും നിറഞ്ഞതായിരുന്നു എന്ന് ഫിലോ സാക്ഷ്യപ്പെടുത്തുന്നു. യേശുവിന്റെ വധശിക്ഷ അംഗീകരിക്കുന്നതിൽ പീലാത്തോസിന്റെ കുപ്രസിദ്ധമായ പങ്കിനെക്കുറിച്ച് ടൈറ്റസ് ഫ്ലാവിയസ് ജോസഫസും തന്റെ കൃതികളിൽ പരാമർശിക്കുന്നുണ്ട്. വിശുദ്ധ ഗ്രന്ഥത്തിൽ വിവരിക്കുന്നതനുസരിച്ച് പുരോഹിതരും പ്രമുഖരും ഉൾപ്പെടുന്ന ഒരു ഉന്നത സമിതിയായ സാൻഹെഡ്രിൻ യഹൂദരുടെ പെസഹ തിരുനാളിനോട് അനുബന്ധിച്ച് യേശുവിനെ ബന്ധനസ്ഥനാക്കി. മതനിന്ദയും യഹൂദരുടെ രാജാവെന്ന് അവകാശപ്പെട്ടുവെന്നും ആരോപിച്ച് വിചാരണ ചെയ്യപ്പെടാൻ അവർ യേശുവിനെ പീലാത്തോസിന്റെ മുമ്പാകെ കൊണ്ടുവന്നു. യേശുവിനെ കുരിശിലേറ്റാൻ ആവശ്യപ്പെട്ടുകൊണ്ട് വധശിക്ഷ വിധിക്കാൻ അധികാരമുള്ളവനായ പീലാത്തോസിന്റെ മേൽ അവർ സമ്മർദ്ദം ചെലുത്തി. ഇവിടെ ഫിലോയും ഫ്ലാവിയസ് ജോസഫസും കരുണയില്ലാത്ത ഭരണാധികാരിയായി പീലാത്തോസിനെ ചിത്രീകരിക്കുന്നതിന് വിരുദ്ധമായി 4 സുവിശേഷകരും അദ്ദേഹത്തെ ഒരു തികഞ്ഞ ന്യായാധിപനായി ചിത്രീകരിക്കുന്നു. മാർക്കോസിന്റെ സുവിശേഷമനുസരിച്ച് ജനക്കൂട്ടത്തിന്റെ ആഗ്രഹത്തിന് വഴങ്ങുന്നതിന് മുൻപ് പീലാത്തോസ് യേശുവിനെ പ്രതിരോധിക്കാൻ ശ്രമിക്കുന്നതായി കാണാം. ഇങ്ങനെ രേഖപ്പെടുത്താൻ മാർക്കോസിനെ പ്രേരിപ്പിച്ചതെന്ന് ഈ പണ്ഡിതർ പറയുന്ന കാരണങ്ങൾ വിചിത്രമാണ്. AD 66-നും 70-നും ഇടയിൽ റോമൻ ഭരണത്തിനെതിരായി നടന്ന പരാജയപ്പെട്ട യഹൂദ കലാപത്തിനിടയിലാണ് മാർക്കോസ് തന്റെ സുവിശേഷം എഴുതുന്നത്. മാർക്കോസിന് ഒരു പ്രത്യേക അജണ്ട ഉണ്ടായിരുന്നുവത്രേ. ക്രിസ്തീയ വിഭാഗം യഹൂദ മതവുമായി കടുത്ത വിദ്വേഷത്തിന് വിധേയമാകുന്ന കാലഘട്ടത്തിൽ പീലാത്തോസിനെ വെള്ളപൂശുന്നത് വഴി റോമാക്കാരെ ക്രിസ്തുമതത്തിലേക്ക് ആകർഷിക്കാം എന്നതായിരുന്നു മാർക്കോസിന്റെ അജണ്ട എന്ന് ഈ ചരിത്രകാരന്മാർ വിലയിരുത്തുന്നു. എല്ലാത്തിനും സാക്ഷികളായി യേശുവിനോടൊപ്പം കുരിശിൻ ചുവട് വരെ പിന്തുടർന്ന മത്തായിയും മാർക്കോസും ലൂക്കായും യോഹന്നാനും വിശുദ്ധ ഗ്രന്ഥത്തിൽ പ്രതിപാദിച്ചിരിക്കുന്ന സത്യങ്ങൾക്ക് വിരുദ്ധമായി പീലാത്തോസിന് അനീതിയുടെയും അക്രമത്തിന്റെയും മുഖംമൂടി നൽകാൻ ശ്രമിക്കുന്ന മേൽപ്പറഞ്ഞ ചരിത്രകാരന്മാർ യഹൂദ പാരമ്പര്യമുള്ളവരായിരുന്നു എന്ന് മനസ്സിലാക്കുമ്പോൾ അവരുടെ ഉദ്ദേശശുദ്ധിയും നമുക്ക് ബോധ്യമാകും. പീലാത്തോസിന്റെ അനീതിയുടെ ഫലമായാണ് യേശു കുരിശുമരണത്തിന് വിധേയനായത് എന്ന് പറഞ്ഞു വെച്ചാൽ അതിന്റെ ആനുകൂല്യം പറ്റുന്നത് ഒരേ ഒരു കൂട്ടർ മാത്രമാണ്, യഹൂദർ. അതുതന്നെയായിരുന്നു ഇവരുടെ ലക്ഷ്യവും. ചരിത്രത്തിന്റെ അന്ത്യമില്ലാതെ തുടരുന്ന വിവാദങ്ങൾക്ക് ഈ എളിയ വിശദീകരണങ്ങൾ മതിയാവില്ല. കുരിശിന്റെ വഴിയുടെ 1-ാം സ്ഥലം ആരംഭിക്കുന്നത് ലയൺസ് ഗേറ്റിന്റെ 300 മീറ്റർ പടിഞ്ഞാറ് മാറിയുള്ള ഫ്ലാജലേഷൻ ദേവാലയ സമുച്ചയത്തോട് ചേർന്നുള്ള ഉമ്മരിയ സ്കൂളിന്റെ നടുമുറ്റത്താണ്. സ്കൂളിന്റെ പുറംഭിത്തിയിലാണ് 1-ാം സ്ഥലം രേഖപ്പെടുത്തിയിരിക്കുന്നത്. 2-ാം സ്ഥലം ഈ ദേവാലയ സമുച്ചയത്തിന്റെയും ഫ്രാൻസിസ്കൻ സന്യാസ സഭയുടെയും പുറംഭിത്തിയിൽ രേഖപ്പെടുത്തിയിരിക്കുന്നതായും കാണാം. കണ്ടംനേഷൻ ചാപ്പലിന്റെ അൾത്താരയുടെ പശ്ചാത്തലത്തിൽ പല നിറങ്ങളിൽ തീർത്ത കണ്ണാടിയിൽ ഒരുക്കിയിരിക്കുന്ന മനോഹരങ്ങളായ 3 ചിത്രപ്പണികളിൽ ഇടതുവശത്ത് പന്തിയോസ് പിലാത്തോസ് ഈ മനുഷ്യന്റെ രക്തത്തിൽ എനിക്ക് പങ്കില്ല എന്ന് പറഞ്ഞ് കൈ കഴുകുന്ന രംഗം, മധ്യഭാഗത്ത് യേശുവിനെ പടയാളികൾ അടിക്കുന്നതും മുൾക്കിരീടം തലയിൽ വച്ചു കൊടുക്കുന്നതും, വലതുവശത്ത് തന്റെ മോചന വാർത്തയറിഞ്ഞ് ആഹ്ലാദിക്കുന്ന ബറാബാസ് എന്നിങ്ങനെ കാണാം. ഒട്ടോമൻ സാമ്രാജ്യത്തിന്റെ ഭരണകാലഘട്ടത്തിൽ ഈ ദേവാലയ സമുച്ചയത്തെ കുതിരപ്പന്തിയായും പിന്നീട് പല സ്വകാര്യ വ്യക്തികളുടെയും താമസ സ്ഥലങ്ങളായും ഉപയോഗിച്ചു പോന്നു. ഒടുവിൽ
1838 അന്നത്തെ ഈജിപ്തിലെ ഭരണാധികാരിയായ ഇബ്രാഹിം പാഷ ആ മുഴുവൻ കെട്ടിട സമുച്ചയത്തെയും ഫ്രാൻസിസ്കൻ സന്യാസ സഭയ്ക്ക് വിട്ടുനൽകുകയാണ് ഉണ്ടായത്. 1839 ഡ്യൂക്ക് മാക്സ്മിലൻ ജോസഫ് ആണ് ദേവാലയ സമുച്ചയത്തിന്റെ യഥാർത്ഥ രൂപം മധ്യകാലഘട്ടത്തിലെ കുരിശുയുദ്ധക്കാർ നിർമ്മിച്ച ദേവാലയത്തിന്റെ അവശിഷ്ടങ്ങൾക്ക് മീതെ പണി കഴിപ്പിച്ചതിന്റെ ചിലവുകൾ അന്ന് വഹിച്ചത്. ഇന്ന് നിലവിലുള്ള ദേവാലയം 1928-29 കാലഘട്ടത്തിൽ നിർമ്മാണം പൂർത്തീകരിച്ചതാണ്. 12-ാം നൂറ്റാണ്ടിന്റെ ശൈലിയിൽ ഇറ്റാലിയൻ വാസ്തുശില്പിയായ അന്റോണിയോ ബെർലൂസിയുടെ രൂപകൽപ്പനയിലും മേൽനോട്ടത്തിലും നടപ്പിലാക്കിയ ഒരു പൂർണ്ണ പുനർനിർമ്മാണമായിരുന്നു അത്. വിശുദ്ധ നാട്ടിലെ ഫ്രാൻസിസ്കൻ സഭയുടെ സംരക്ഷണയിലാണ് ഇന്ന് ഈ ദേവാലയ സമുച്ചയം. ദേവാലയ സമുച്ചയത്തിന്റെ പ്രധാന കവാടം കടന്ന് വീണ്ടും തെരുവിലേക്കിറങ്ങി. സമയം 5 മണി കഴിഞ്ഞിരിക്കുന്നു. ഇനിയും തെരുവുകളിൽ സായാഹ്നത്തിലെ പതിവ് പോലെയുള്ള തിരക്കായിട്ടില്ല. ഇടുങ്ങിയ തെരുവിന്റെ ഇരുവശവും ഇടതടവില്ലാതെ ഉയർന്നു നിൽക്കുന്ന പഴമയുടെ കഥകൾ മേൽക്കൂരമേഞ്ഞ കെട്ടിടങ്ങളുടെ ഇടയിലൂടെ അന്തിവെയിലിന്റെ തിളക്കമാർന്ന കതിരുകൾ വീണു തിളങ്ങുന്ന കരികൽ പാകിയ നിരത്തിൽ ഡിസംബറിലെ സായാഹ്ന തണുപ്പിനെ കാത്തു നിൽക്കുന്ന ഇളം ചൂട്. ബെത്ലഹേമിലെ താമസ സ്ഥലത്തേക്ക് തിരിച്ചു പോകാനുള്ള സമയമായിരിക്കുന്നു. ബസ് സ്റ്റോപ്പിൽ എത്താൻ ഇവിടെ നിന്നും ഏകദേശം 1/2 കിലോമീറ്റർ ദൂരം നടക്കണം. വിശുദ്ധ നാട്ടിലെ ഒരിക്കലും അവസാനിക്കാത്ത കാഴ്ചകൾക്ക് താൽക്കാലിക വിരാമം നൽകിക്കൊണ്ട് ഞാൻ നടന്നു. ലയൺസ് ഗേറ്റിനരികിലെ ബസ് സ്റ്റോപ്പിൽ നിന്നും ബെത്ലഹേമിലെ താമസ സ്ഥലത്തേക്ക് ഹെബ്രോൺ റോഡിലൂടെ ഏകദേശം 13 കിലോമീറ്റർ ദൂരമുണ്ട്.